ബിഗ് ബഡ്ജറ്റ് ചിത്രമായ എമ്പുരാൻ തിയേറ്ററുകളിൽ എത്തിയതിനെ തുടർന്ന് നടന്ന വ്യക്തിഹത്യയും വിവാദങ്ങളും പൃഥ്വിരാജ് സുകുമാരനെ കുറച്ചൊന്നുമല്ല വേദനിപ്പിച്ചത്. സംഘടിതമായ ആക്രമണങ്ങളെ തുടർന്ന് നടനും സംവിധായകനുമായ പൃഥ്വിരാജ് കുറച്ചുനാളെ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് തെല്ലൊരകലം പാലിക്കുകയായിരുന്നു. അഭിനയിച്ചു ഗംഭീരമാക്കിയ ആടുജീവിതത്തിലെ കഥാപാത്രവും അതിന് പുരസ്കാരങ്ങൾ നിഷേധിക്കുകയും ചെയ്തുവെന്ന ആരാധകരുടെ പരാതിയിലും പൃഥ്വി വലുതായൊന്നും പ്രതികരിച്ചില്ല. കുറുക്കിക്കൊള്ളുന്ന തരത്തിൽ ചില പ്രസ്താവനകളിൽ തന്റെ അഭിപ്രായങ്ങൾ ഒതുക്കുകയായിരുന്നു അദ്ദേഹം. പൃഥ്വിരാജിനെ പോലൊരു കലാകാരന് മലയാള സിനിമയിലെ സ്ഥാനം അരക്കിട്ടുറപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് അദ്ദേഹത്തിന്റെ ആരാധക വൃന്ദം. ഇപ്പോൾ ഇത് തന്റെ പിറന്നാളോടനുബന്ധിച്ചുള്ള പുതിയ വെളിപ്പെടുത്തലുകൾ പൃഥ്വിരാജ് സുകുമാരൻ എന്ന നടന്റെ ശക്തമായ സാന്നിധ്യം വീണ്ടും ഉറപ്പിക്കുകയാണ്. ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന വിലായത് ബുദ്ധ എന്ന പൃഥ്വിരാജ് ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾ ഒന്നൊന്നായി പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു. മറയൂർ ചന്ദനക്കാടുകളുടെ പശ്ചാത്തലത്തിലൂടെ പകയുടെയും പ്രതികാരത്തിന്റെയും പ്രണയത്തിന്റെയും കഥ പറയുന്ന വിലായത് ബുദ്ധയുടെ ആദ്യ ഗാനം എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായ ഡബിൾ മോഹനെ അവതരിപ്പിക്കുന്ന പൃഥ്വിരാജ് സുകുമാരന്റെ ജന്മദിനത്തിലാണ് ഈ ഗാനം റിലീസ് ചെയ്തിരിക്കുന്നത്. പൃഥ്വിരാജും പ്രിയമദ കൃഷ്ണനും സ്ക്രീനിൽ ഒരുമിച്ചെത്തുന്ന പ്രണയഗാനമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ജനപ്രിയമാകുന്നത്. കാട്ടുറാസ എന്ന് ആരംഭിക്കുന്ന ഈ ഗാനം വിജയ് യേശുദാസും പാർവതി മീനാക്ഷിയും ചേർന്നാണ് ആലപിച്ചിരിക്കുന്നത്. വിനായക ശശികുമാർ രചിച്ച ഈ ഗാനം ഇന്നത്തെ സ്റ്റാർ സംഗീത സംവിധായകനായ ജേക്സ് ബിജോയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രാമീണ പശ്ചാത്തലത്തിൽ ആചാരങ്ങളും പ്രണയമുഹൂർത്തങ്ങളും കോർത്തിണക്കിയ ഈ ഗാനരംഗം ചുരുങ്ങിയ സമയം കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. നവാഗതനായ ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്യുന്ന വിലായത് ബുദ്ധ ഒരു മികച്ച ആക്ഷൻ ചിത്രമാകുമെന്നാണ് പ്രതീക്ഷ. GR ഇന്ദുഗോപന്റെ പ്രശസ്തമായ വിലായത് ബുദ്ധ എന്ന നോവലിനെ ആസ്പദമാക്കി ഒരുക്കുന്ന ഈ ചിത്രത്തിന് ഇന്ദുഗോപനും രാജേഷ് പിന്നാടനും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. തന്റെ ജന്മദിനം പ്രമാണിച്ച് മറ്റൊരു സമ്മാനം കൂടി നൽകിയിട്ടുണ്ട് ഇത്തവണ പൃഥ്വിരാജ്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമായ ഖലീഫയുടെ ആദ്യ കാഴ്ച ആരാധകർക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടൻ. അടുത്ത വർഷത്തെ ഏറ്റവും വലിയ ആക്ഷൻ ചിത്രങ്ങളിൽ ഒന്നിലേക്ക് ഒരു എത്തിനോട്ടമാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ ടീസർ. വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഖലീഫയിൽ ആമിർ അലി എന്ന കഥാപാത്രമായാണ് പൃഥ്വിരാജ് എത്തുന്നത്. ഒരു പോരാട്ട സ്വീക്വൻസോടെയാണ് ടീസർ എത്തിയിട്ടുള്ളത്. ഇരുവരുടെയും തമ്മിലുള്ള പുനഃസമാഗമത്തെ അടയാളപ്പെടുത്തുന്ന ചിത്രം ഈ വർഷം ആദ്യം ചിത്രീകരണം ആരംഭിച്ചിരുന്നു. ഈ ചിത്രത്തിലും സംഗീത സംവിധായകൻ ജേക്സ് ബിജോയുടെ മാജിക് പ്രതീക്ഷിക്കുന്നുണ്ട് ആരാധകർ. ടീസറിൽ അതിന്റെ സൂചന അദ്ദേഹം നൽകുന്നുമുണ്ട്. അടുത്ത വർഷം ഓണം ഉത്സവവേളയിൽ റിലീസ് ചെയ്യാനാണ് ഖലീഫ ഒരുങ്ങുന്നതെങ്കിൽ വിലായത് ബുദ്ധ, ഐ നോബഡി എന്നീ പൃഥ്വിരാജ് ചിത്രങ്ങൾ വരും മാസങ്ങളിൽ തിയേറ്ററിൽ എത്തും. പൃഥ്വിരാജ് സുകുമാരന് വരും ദിനങ്ങളിൽ തിരക്കുള്ളതാവുകയാണ്. അതിന്റെ സന്തോഷത്തിലും ചാരിതാർത്ഥ്യത്തിലുമാണ് ആരാധകരും.